ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റായി മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ലി അഹമ്മദിനെതിരെ വൻ ഭൂരിപക്ഷത്തിൽ ജയം. നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 35 വർഷങ്ങൾക്ക് ശേഷം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സമ്മേളനത്തിൽ കേരളം. നിർമ്മാണ ചെലവ് കേരളം വഹിക്കും. തമിഴ്നാടിന് സ്ഥലം തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ അണക്കെട്ടിനെ എതിർത്ത് വീണ്ടും തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് സി ജോസഫ് വിജയ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് കേരളം. 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റ് എണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും ആവശ്യം. നിലപാട് മയപ്പെടുത്തി തമിഴ്നാട്. നിയമസഭ പാസാക്കിയ പ്രമേയത്തിലെ നിലപാട് ദക്ഷിണ മേഖലാ കൗൺസിലിൽ ആവർത്തിച്ചില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്ത അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം. മാസപ്പടി കേസിൽ ഹവാല ഇടപാടുമെന്ന് സംശയം. വിദേശത്തേക്ക് വിളിക്കാൻ വീണ ടി മറ്റൊരാളുടെ സിം ഉപയോഗിച്ചു. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. പിണറായി വിജയന്റെ അഴിമതി പണമാണ് മകളുടെ അക്കൗണ്ടിൽ എത്തിയത് എന്ന് BJP. തന്റെ അക്കൗണ്ട് വഴി പണം കൈമാറിയെന്ന വാർത്ത തെറ്റെന്ന PM മുഹമ്മദ് റിയാസ്. തുടർഭരണം കിട്ടിയത് തോൽവിക്കിടയാക്കിയെന്ന DYFI. സംഘടനാ പ്രവർത്തനത്തിന് യുവാക്കളെ കിട്ടാനില്ല. CJPയുടെ സമരത്തെ മാതൃകയാക്കണം. കഴിഞ്ഞ 10 വർഷം കാര്യമായ പ്രവർത്തനം നടത്താനായില്ല എന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. മാപ്പ് പറഞ്ഞതിനു ശേഷം തന്നെ ലക്ഷ്യം വെച്ച് തുടർച്ചയായി അപമാനമെന്ന് ജാൻമണി ദാസ്. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാപ്പ ചുമത്തിയത് നെടുമ്പാശ്ശേരി പോലീസ്. ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10,015. ആകെ രജിസ്റ്റർ ചെയ്തത് 9,280 കേസുകൾ. ഏറ്റവും കൂടുതൽ കേസുകൾ കോഴിക്കോട് സിറ്റിയിൽ. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വിചാരണ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര കോടതിയിൽ നാടകീയ രംഗങ്ങൾ. മാധ്യമങ്ങളോട് തട്ടിക്കയറി റോജി അഗസ്റ്റിൻ. മറ്റു പ്രതികൾ ഹാജരാകാത്തതിൽ കോടതിയുടെ വിമർശനം. കരുവാറ്റ കൊലക്കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന്റെ അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ശനിയാഴ്ച പരിഗണിക്കും. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. എയിംസ് കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി കണ്ടെത്തി. ഭൂമി അനുയോജ്യമെന്ന് കാട്ടി സർക്കാരിന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്.